റീസെൻ്റായിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതായത് നമ്മുടെ തമിഴ് ആക്ടറായിട്ടുള്ള ധനുഷിനെ MCU ഡൂംസ്ഡേ എന്ന് വരാൻ പോകുന്ന ഇപ്പോൾ നമ്മുടെ RDJനെ വെച്ചിട്ടുള്ള ഡൂംസ്ഡേ എന്ന് പറയുന്ന പടത്തിൽ കാസ്റ്റ് ചെയ്തെന്ന് കേട്ടല്ലോ, അത് ഉള്ളതാണോ എന്ന്. ആക്ച്വലി ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ ഇൻ്റർനെറ്റിൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി ധനുഷ് കുറച്ച് ഹോളിവുഡ് മൂവീസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതായത് ദ ജേർണി ഓഫ് ഫാക്കീർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പടവും, പിന്നെ മെയിനായിട്ട് എടുത്തു വരേണ്ട ഒരു പടമാണ് ദ ഗ്രേ മാൻ. ആക്ച്വലി ദ ഗ്രേ മാൻ എന്ന് പറയുന്ന പടത്തിൽ വില്ലനായിട്ട് നമ്മുടെ ക്രിസ് ഇവാൻസും റയാൻ ഗോസ്ലിംഗാണ് ഹീറോ ആയിട്ടുണ്ടാവുക. അതിലൊരു ചെറിയൊരു പോർഷൻ മാത്രമേ ധനുഷിൻ്റെ ലോൺ വുൾഫ് എന്ന് പറഞ്ഞിട്ടുള്ള അവിക്സൺ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ആ അവിക്സൺ എന്ന് പറയുന്ന ക്യാരക്ടർ ലോൺ വുൾഫ് ഒരുപാട് ഫേമസ് ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഒറ്റ പടത്തിൽ തന്നെ. സോ ആ ഒരു ക്യാരക്ടർ ലോൺ വുൾഫ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് ഒരു സീരീസ് തന്നെ, സെപ്പറേറ്റ് സ്പിൻ ഓഫ് സീരീസ് തന്നെ ആ പടത്തിൻ്റെ ഡയറക്ടേഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആക്ടർ ധനുഷും ഒരു വോയിസ് ഓവറൊക്കെ കൂടെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെക്കുറിച്ചൊരു അപ്ഡേറ്റും ഇതുവരെ വന്നിട്ടില്ല. സോ അത് വരുമായിരിക്കും. സോ ഇപ്പോൾ നമ്മുടെ ലോൺ വുൾഫ്, ഇപ്പോൾ നമ്മുടെ ധനുഷിനെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ കാസ്റ്റ് പോവാണെന്നുള്ളൊരു റൂമർ വരാൻ തന്നെ കാരണം ഈ ഗ്രേ മാൻ എന്ന് പറഞ്ഞ പടമാണ്. കാരണം ഈ ഗ്രേ മാൻ എന്ന് പറഞ്ഞ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് തന്നെ റൂസോ ബ്രദേഴ്സാണ്. അതായത് അവഞ്ചേഴ്സ്, ഇൻഫിനിറ്റി വാർ, എൻഡ് ഗെയിം ഒക്കെ ഇവരാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന ഡൂംസ്ഡേയും സീക്രട്ട് വാർസും ഇവർ തന്നെയാണ് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതും. സോ ഇവർ ഗ്രേ മാൻ്റെ ഒരുപാട് പ്രൊമോഷൻ വർക്ക്സൊക്കെ ഇന്ത്യയിൽ ഒരുപാട് TV ഷോസിലും ഒരുപാട് പ്രൊമോഷൻ വർക്കായിട്ടുള്ള യൂട്യൂബ് ചാനൽസിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിലെല്ലാത്തിലും ഇവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ധനുഷ് എന്ന് പറയുന്നത് ഒരു പൊട്ടൻഷ്യലുള്ള ക്യാരക്ടറാണ്. പുള്ളി അതിനവർ വേസ്റ്റ് ചെയ്യില്ല, നല്ല വേറൊരു ക്യാരക്ടറായിട്ട് അവരെ വീണ്ടും യൂസ് ചെയ്യാൻ അവർക്ക് ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ഹോസ്റ്റ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, അതായത് സപ്പോസ് ധനുഷിനെ അവഞ്ചേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു മെമ്പറായിട്ട് മാർവലിലെ ഏതെങ്കിലും ഒരു ഹീറോ ആയിട്ട് കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് ഹീറോ ആയിട്ടായിരിക്കും നിങ്ങൾ കാസ്റ്റ് ചെയ്യാമെന്ന് നമ്മുടെ റൂസോ ബ്രദേഴ്സിനോട് ചോദിക്കുന്നത്. You could cast Dhanush as an Avenger. Who would he be? I'm sure thousands of people have asked you this question, but what would he be? Trying to think. Maybe someone in the X-Men. അപ്പോഴാണ് അവർ പറയുന്നത്, തീർച്ചയായിട്ടും പുള്ളി ഒരു പൊട്ടൻഷ്യലുള്ള ക്യാരക്ടറാണ്, പുള്ളിക്ക് അതിനുള്ള കഴിവുണ്ട്. തീർച്ചയായിട്ടും അവഞ്ചേഴ്സിൽ അവർക്ക് എക്സ്മാനിലൊരു ക്യാരക്ടറായിട്ട് ധനുഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് താല്പര്യം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു റൂമർ വെച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും ഈ ധനുഷ് ഇപ്പോൾ MCUവിലേക്ക് വരാൻ പോവുകയാണെന്ന് പറയുന്നത് തന്നെ. കാരണം ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ റൂസോ ബ്രദേഴ്സും തിരിച്ച് മാർവലിലേക്ക് വന്നു കഴിഞ്ഞു. അവർക്കാണെങ്കിൽ ധനുഷ് എന്ന് പറയുന്നൊരു ആക്ടറിനെ മാർവലിൽ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ഇത് ഇങ്ങനെ നടന്നേക്കാം എന്നുള്ളൊരു റൂമർ മാത്രമാണ്. നടന്നു എന്തായാലും ഒരു ഹൈ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ഹീറോ ആയിട്ടല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സപ്പോർട്ടിങ് റോളായിട്ടെങ്കിൽ ചിലപ്പോൾ മാർവലിൽ റൂസോ ബ്രദേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ധനുഷിനെ ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരും. എന്തായാലും റൂസോ ബ്രദേഴ്സ് മാർവലിലേക്ക് ധനുഷിനെ കാസ്റ്റ് ചെയ്തെന്ന് ഒഫീഷ്യലായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല.